Hello, MVP, and welcome all of you to my video. Once again, I hope you guys all are fine. Shall I start? 1964 അമേരിക്കയിലാണ് സംഭവം നടക്കുന്നത്. നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഡോണയ്ക്ക് അവരുടെ അമ്മ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു പാവയെ സമ്മാനിക്കുകയാണ്. ഈ പാവ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കഥയിലെ മെയിൻ കഥാപാത്രവും. ഡോണ താമസിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഏഞ്ചിയുടെ കൂടെ ഒരു ഹോസ്റ്റലിലായിരുന്നു. ഡോണയ്ക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഗിഫ്റ്റുമായിട്ട് ഡോണ നേരെ ഹോസ്റ്റലിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. അപ്പാർട്ട്മെന്റിൽ ഡോണക്കും അതുപോലെ തന്നെ ഏഞ്ചിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള മുറികൾ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കടന്നു പോയപ്പോഴാണ് ഈ ഒരു പാവയിൽ ചില അമാനുഷികമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഡോണയിൽ ഉണ്ടാകുന്നത്. ഡോണ രാവിലെ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ബെഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ പാവയെ വെച്ച് പോയതെങ്കിൽ വന്നു നോക്കുന്ന സമയത്ത് ബെഡിന്റെ റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യമൊക്കെ ഡോണ ചിന്തിച്ചത് ഇത് തനിക്ക് തന്നെ തോന്നുന്ന ഒരു കാര്യമാണ്. ആദ്യം തന്നെ രാവിലെ പോകുന്ന സമയത്ത് തന്നെ ബെഡിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ആയിരിക്കും താൻ കൊണ്ടുചെന്ന് വെക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പാവ സഞ്ചരിച്ചിട്ട് അല്ലെങ്കിൽ ചലിച്ചിട്ട് മറ്റൊരു വശത്ത് പോയിരിക്കില്ലല്ലോ. അത്തരത്തിൽ തന്നെയായിരുന്നു ഡോണയും ആദ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കാര്യം അവരുടെ റൂം മേറ്റ് ആയിട്ടുള്ള ഏഞ്ചിയുമായിട്ട് ഡോണ ഷെയർ ചെയ്യുന്നത്. ഡോണ ഈ കാര്യം ഷെയർ ചെയ്തപ്പോൾ ഏഞ്ചി അത് അത്ര വലിയ രീതിയിൽ കാര്യമായിട്ട് എടുത്തില്ല. തനിക്ക് തോന്നുന്ന ഒരു കാര്യമാണെന്ന രീതിയിൽ പറഞ്ഞ് ഏഞ്ചി ഡോണയെ സമാധാനിപ്പിക്കുകയാണ്. ഡോണ വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏഞ്ചിയും തീരുമാനിക്കുകയാണ് ഈ പാവയെ വെച്ചൊരു പരീക്ഷണം നടത്താമെന്ന്. അങ്ങനെ അവരൊരു പരീക്ഷണത്തിന് മുതിരുകയാണ്. രാവിലെ പോകുന്ന സമയത്ത് ഡോറ് പൂട്ടിയിട്ട് ഈ പാവയെ വാതിലിന് പുറത്ത് അല്ലെങ്കിൽ റൂമിന് പുറത്ത് വെച്ചിട്ട് ഇവർ പോവുകയാണ്. എന്നാൽ വന്നു നോക്കിയ സമയത്ത് ഇവർ വെച്ചിരുന്ന ആ സ്ഥലത്ത് അവർക്ക് ആ പാവയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പൂട്ടിയ റൂം അവർ തുറന്നു നോക്കിയപ്പോൾ റൂമിനകത്ത് ആ ഒരു പാവ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഏഞ്ചിക്ക് കൂടെ തോന്നി തുടങ്ങുന്നത് എന്തൊക്കെയോ അരുതാത്തതായിട്ട് അവിടെ സംഭവിക്കുന്നുണ്ടെന്ന്. ഉടൻ തന്നെ ഏഞ്ചി അവരുടെ ബോയ് ഫ്രണ്ടിനെ വിവരം അറിയിക്കുകയാണ്. ബോയ് ഫ്രണ്ട് വന്ന് നോക്കിയ സമയത്ത് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ലൂ എന്ന് പറയുന്ന വ്യക്തി അവരോട് പറഞ്ഞത്, കാണുമ്പോൾ തന്നെ ഭയങ്കര വികൃതമായിട്ടുള്ള ഈ ഒരു പാവയെ എന്തിനാണ് നിങ്ങളിങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത്, ഇതിന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എടുത്ത് ഒഴിവാക്കിക്കൂടെ എന്നുള്ളതായിരുന്നു. ലൂ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് എന്ന രീതിയിലായിരുന്നു. പക്ഷേ ഡോണ ഒരിക്കലും ഈ ഒരു പാവയെ ഒഴിവാക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. കാരണം ഡോണയുടെ അമ്മ വളരെയധികം ഇഷ്ടപ്പെട്ട് മേടിച്ചു കൊണ്ടു കൊടുത്തൊരു പാവയായതുകൊണ്ട് തന്നെ ആ ഒരു സെന്റിമെന്റ്സിൽ ഡോണ ഒരിക്കലും ഈ ഒരു പാവയെ ഉപേക്ഷിക്കുക എന്നൊരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. വീണ്ടും 1-2 ദിവസങ്ങൾ കൂടെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഒരു ദിവസം ഡോണ ആ പാവയുടെ ശരീരത്തിലായിട്ട് പാവയുടെ കയ്യിലും അതുപോലെ തന്നെ മുഖത്തിന്റെ ഭാഗത്തുമൊക്കെ ആയിട്ട് രക്തപ്പാടുകൾ കാണുകയാണ്. ഇതും കൂടി ആയപ്പോഴാണ് ഡോണയും ആൻജിയും ഈ ഒരു പാവയുടെ കാര്യത്തിൽ കൂടുതൽ ഭയപ്പെട്ടു തുടങ്ങുന്നത്. ഇങ്ങനെ വന്നപ്പോൾ ഇവരൊരു വിച്ച് ഡോക്ടറെ സമീപിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു മന്ത്രവാദിയെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നത്. അത്തരത്തിൽ ആ മന്ത്രവാദി വരികയും അവരുടെ അപ്പാർട്ട്മെന്റിനകത്ത് അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്ത ഉടനെ തന്നെ ആ മന്ത്രവാദി ഡോണയോടും ഏഞ്ചിയോടുമായിട്ട് പറയുകയാണ് ഈ ഒരു അപ്പാർട്ട്മെന്റിനകത്ത് അമാനുഷികമായിട്ടുള്ള എന്തോ ഒന്ന് ഉണ്ട് എന്ന്. തുടർന്ന് പാവയെ മുന്നിൽ വെച്ച ശേഷം ആ മന്ത്രവാദി എന്തൊക്കെയോ ചില മന്ത്രവാദങ്ങൾ നടത്തുകയും ആ പാവയുടെ കഥ ഏഞ്ചിയോടും അതുപോലെ തന്നെ ഡോണയോടുമായിട്ട് പറയുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് ചെറിയൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ 7 വയസ്സുള്ള ആനബൽ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരിക്കൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ആക്സിഡന്റ് സംഭവിച്ച് ആ കുട്ടി മരണപ്പെടുകയും ഇതേ സ്ഥലത്ത് തന്നെ ആ കുട്ടിയെ മറവ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട് മുഴുവൻ ഇടിച്ചു നികത്തുകയും അതിന് മുകളിൽ അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുകയും ചെയ്തു. ആ ഒരു അപ്പാർട്ട്മെന്റിലാണ് നിങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി എങ്കിലും അനബൽ എന്ന 7 വയസ്സുകാരിയുടെ ആത്മാവ് ഇവിടെയൊക്കെ ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു. അതിന് കുടിയേറാൻ പറ്റിയ ഒരു രൂപം കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ഒരു പാവയെ കിട്ടിയപ്പോൾ ആ ഒരു പാവയിലേക്ക് അനബൽ എന്ന 7 വയസ്സുകാരിയുടെ ആത്മാവ് കുടിയേറുകയാണ് ചെയ്തിരുന്നത്. സത്യത്തിൽ ഈ ഒരു ആത്മാവ്
ആത്മാവ് ഒരിക്കലും ഒരു ദുഷിച്ച ആത്മാവല്ല. ഈ ഒരു കുട്ടിയുടെ ആത്മാവ് നിങ്ങളോട് കൂടെ ചേരാനുള്ള കാരണം അതിനൊരു തുണ വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് എന്നായിരുന്നു മന്ത്രവാദി ഡോണയോടും ഏഞ്ചിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങളെല്ലാം കേട്ട ശേഷം അവർക്ക് രണ്ടുപേർക്കും ആ ഒരു പാവയോട് ഒരു സഹതാപം തോന്നുകയാണ്. തുടർന്ന് പാവയെ എവിടേക്കും കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന നിലയിൽ മന്ത്രവാദിയെ അവർ പറഞ്ഞയക്കുകയാണ്. കാര്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം ഈ പാവയിൽ കണ്ടുവെങ്കിലും അവർ രണ്ടുപേരും അത് കാര്യമാക്കിയില്ല. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ആൻജിയുടെ ബോയ് ഫ്രണ്ട് അവരുടെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി വരുന്നത്. ലൂ എന്ന പേരുള്ള അദ്ദേഹത്തിന്റെ കാര്യം നോക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു പുച്ഛത്തോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു പാവയെ കണ്ടിട്ടുണ്ടായിരുന്നത്. വളരെ വിരൂപമായിട്ടുള്ള ഈ പാവയെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പാവയെ നോക്കിയിട്ട് അദ്ദേഹം പലതവണ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ താമസിക്കാൻ തുടങ്ങി അന്നേ ദിവസം രാത്രിയിൽ പെട്ടെന്നെന്തോ അദ്ദേഹത്തിന്റെ കാലിൽ വന്ന് തട്ടിയ പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം എണീറ്റ് നോക്കിയ സമയത്ത് അത് അനബൽ എന്ന ആ ഒരു പാവയായിരുന്നു. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ പാവ അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ അത്ര ഉയരുകയും അദ്ദേഹത്തിന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ ലൂ എന്ന് പറയുന്ന ആ വ്യക്തി ബ്ലാക്ക് ഔട്ട് ആവുകയും അദ്ദേഹം അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യുകയാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ലൂവിന് ബോധം തെളിയുന്നത്. എന്നാൽ ഈ ഒരു അവസരത്തിൽ താൻ ആ കണ്ട കാര്യങ്ങൾ സ്വപ്നമായിരുന്നോ അതോ യഥാർത്ഥത്തിൽ നടന്നതായിരുന്നോ എന്നതിനെ കുറിച്ച് ലൂവിന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ലൂ ഡോണയോടും അതുപോലെ തന്നെ ആൻജിയോടും സംസാരിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ അവരതിനെ വലിയ രീതിയിൽ കാര്യമായിട്ട് എടുത്തില്ല എങ്കിൽ പോലും ലൂവിന്റെ കഴുത്ത് പരിശോധിച്ച് നോക്കിയ സമയത്ത് എന്തോ ഒന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിമുറുക്കിയതുപോലുള്ള ഒരു പാട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ അവർക്ക് കാണാൻ കഴിയുകയാണ്. പിറ്റേ ദിവസവും ഇത്തരത്തിലുള്ള ഒരു അമാനുഷിക സംഭവം അവിടെ അരങ്ങേറുകയാണ്. ആൻജിയും അതുപോലെ തന്നെ ഡോണയും പുറത്തു പോയ അവസരത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് ലൂ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ആൻജിയുടെ റൂമിൽ നിന്നും ഒരു നിലവിളി കേൾക്കുന്നത്. ഉടനെ തന്നെ ലൂ ആ മുറിയിലേക്ക് ഓടിക്കേറിയപ്പോൾ അവിടെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് അനബൽ എന്ന ആ ഒരു പാവയെ മാത്രമായിരുന്നു. ഉടനെ തന്നെ ആ മുറിയിലെ ലൈറ്റ് ഒന്ന് ഓഫായി ഓൺ ആവുകയും അദ്ദേഹത്തിന്റെ പുറത്ത് ആരോ ശക്തിയായിട്ട് മാന്തിയ പോലെ അദ്ദേഹത്തിന് തോന്നുകയും ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ തന്നെ ലൂ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. തുടർന്ന് ഡോണയും അതുപോലെ തന്നെ ആൻജിയും വന്ന് ലൂവിന്റെ പുറം പരിശോധിച്ച് നോക്കിയപ്പോൾ ആഴത്തിൽ നഖം കൊണ്ട് മാന്തിയ 7 പാടുകൾ അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. എന്നാലും 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ പാടുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് കാര്യങ്ങൾ ഒന്നുകൂടി സീരിയസ് ആയിട്ട് ഇവർ 3 പേരും എടുക്കുന്നതും എഡ് ആൻഡ് ലോറൻ വാറൻ എന്ന് പറയുന്ന അമേരിക്കയിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള പ്രേതപിടുത്തക്കാരെ അല്ലെങ്കിൽ മന്ത്രവാദികളെ ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിക്കുന്നതും. വാറൻ കപ്പിൾ എന്നറിയപ്പെടുന്ന ഇവർ 1000-ലധികം പ്രേത കേസുകൾ ഇത്തരത്തിൽ ഡീൽ ചെയ്തിട്ട് അമേരിക്കയിൽ തന്നെ വളരെയധികം പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു. ഇവർ രണ്ടുപേരും ഈ പാവയെ കണ്ട ഉടനെ തന്നെ പാവയിൽ അമാനുഷികമായിട്ടുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുകയും തുടർന്ന് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ആദ്യത്തെ ആ മന്ത്രവാദി പറഞ്ഞ അതേ സ്റ്റോറി തന്നെ വീണ്ടും പറയുകയും ചെയ്യുകയാണ്. അതിനുശേഷം ഈ ഒരു പാവ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവന് തന്നെ അപകടമാകുമെന്നും അടുത്തതായിട്ട് ഈ പാവയിൽ കുടിയിരിക്കുന്ന ആത്മാവിന്റെ ലക്ഷ്യം ഡോണയുടെ ശരീരത്തിൽ കയറിക്കൂടുകയാണ് എന്നും കൂടെ പറയുകയാണ്. അതിനുശേഷം ഈ വാറൻ കപ്പിൾ ആ ഒരു പാവയെ എടുത്ത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരുടെ വീടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാടധികം പ്രേതങ്ങൾ കൂടിയിട്ടുള്ള വസ്തുക്കളുടെ വലിയൊരു കളക്ഷൻ തന്നെയാണ് അവരുടെ വീട്ടിലുള്ളത്. ഒരു മ്യൂസിയം എന്ന നിലയിൽ തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് തന്നെ അവരവരുടെ വീടിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതും. അവരവിടെ വെച്ച് ഒരുപാടധികം പരീക്ഷണങ്ങൾ നടത്തിയ ശേഷം ഈ ഒരു പാവയിൽ നിന്നും ആത്മാവിനെ ഒഴിപ്പിച്ചു അല്ലെങ്കിൽ പ്രേതത്തെ ഒഴിപ്പിച്ചു എന്ന നിലയിലാണ് പറയപ്പെടുന്നത്. ഈ ഒരു അനബൽ എന്ന് പറയുന്ന പ്രേത പാവയുടെ സ്റ്റോറി പലരും അറിഞ്ഞതോട് കൂടിയിട്ടാണ് പിന്നീട് അനബൽ കം ഹോം, കംജറിങ് അത്തരത്തിലുള്ള ഒരുപാട് മൂവികൾ ഈ ഒരു കഥയുമായി ബന്ധപ്പെടുത്തിയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. കാര്യങ്ങൾ എന്തൊക്കെയായാലും ഇന്നും അമേരിക്കയിലെ മൺട്രോയിലുള്ള വാറൻസ് ഒക്കൾട്ട് മ്യൂസിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു പാവയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ പാവയിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിലുള്ള ഒരു അമാനുഷിക സംഭവം ഈ ഒരു പാവയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് ഈ ഒരു മ്യൂസിയം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരു യുവാവും അദ്ദേഹത്തിന്റെ കാമുകിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു രസത്തിന് വേണ്ടിയിട്ട് ചില്ലുകൂട്ടിൽ വെച്ചിട്ടുള്ള അനബൽ എന്ന ഈ ഒരു പാവയെ എടുക്കാൻ വേണ്ടിയിട്ട് ആ യുവാവ് ശ്രമിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ തന്നെ അത് കണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മ്യൂസിയത്തിന്റെ അധികൃതര് അപ്പൊ തന്നെ അവരെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. തുടർന്നാണ് കാര്യങ്ങളെല്ലാം മാറി മറിയുന്നത്. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ യുവാവിനും കാമുകിക്കും കൂടി വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയും ആ യുവാവ് ഓൺ ദ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയും ആ ഒരു കാമുകി 1 വർഷത്തോളം ഹോസ്പിറ്റലിൽ ബോധം പോലും ഇല്ലാതെ കിടക്കുകയും ചെയ്യുകയാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു
കോയിൻസിഡൻസ് അല്ലെങ്കിൽ ഒരു യാദൃശ്ചികമായിട്ട് നടന്നൊരു കാര്യം എന്ന നിലയിലൊക്കെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മളൊന്ന് കൂട്ടി വായിച്ച് നോക്കുന്ന സമയത്ത് പലരും പറയുന്നത് അനബൽ എന്ന ആ ഒരു പ്രേതഭാവം നടത്തിയിട്ടുള്ള ഒരു അമാനുഷികമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ആക്സിഡൻറ്റും എന്നാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു പാവയിൽ നിന്ന് തന്നെയാണോ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവനായിട്ടും വിശ്വസിക്കാം, അല്ലാത്തവർക്ക് മുഴുവനായിട്ടും തള്ളിക്കളയാം. ഒരു ഉദാഹരണ രീതിയിൽ നമ്മൾ ഈ ഒരു പ്രേതങ്ങളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ രാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. ആ ഒരു അവസരത്തിൽ നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് പ്രേതങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ കണ്ണിന് മുന്നിൽ തന്നെ ഒരു പ്രേതത്തെ കാണാൻ കഴിഞ്ഞേക്കും. അതൊക്കെ നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് And once again guys, ഒരു കാര്യം പറയാനുണ്ട്. അനബൽ എന്ന ഇവളുടെ പേരെ പറ്റി അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഈ പേരിലൊരു കഥയുണ്ടെന്നാണ്. അനബൽ ബെല്ലിലൂടെ സംസാരിക്കുന്നവൻ, അനബെല്ല, അങ്ങനെയാണ് അവർക്ക് ആ പേര്.